മക്കളെ അതാ ഇറ്റലി കൂടെ പോയിക്കൊണ്ടിരിക്കണം. ഇറ്റലിയിൽ ഏതോ ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ പോവാണ്. പഴയ കാലത്തെ റോഡും കാര്യങ്ങളും നമ്മളെ നാട്ടിലത്തെ മായി റോഡ് മുരണ്ടില്ലേ കുയ്യൊക്കെ കുഴിച്ചിട്ട് അതൊക്കെ മൂടി വെച്ചിരിക്കണം. പെരേന്ന് കണ്ട് ഇറങ്ങിയ റോട്ടുമക്കാണ്. മലന്റെ താഴ്വരയിലാണ് ഉള്ളത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു റെയിൽവേ സ്റ്റേഷൻ വരെ ഉണ്ട്. ചെറിയ വീടുകൾ, ഓടിട്ട വീടുകൾ, വാർപ്പിൻ്റെ വീടുകൾ, അങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ റോഡാണ്. താഴത്ത് നല്ല വെള്ളച്ചാട്ടം, നല്ല കുളിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട്. ലോറിയൊക്കെ വരുന്നുണ്ടല്ലോ ഇതില്. എനിക്ക് 2.5 കിലോമീറ്റർ കൂടിയൊക്കെ പോവാം. ചെറിയൊരു അങ്ങാടി എന്ന് പറയാം. വീടുകളുള്ള ഷോപ്പില്ല. മനുഷ്യന്മാരൊന്നും പുറത്ത് കാണില്ല. വണ്ടികൾ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പോയി കാണും. കരിങ്കല്ലിൻ്റെ താഴത്ത് നല്ല വെള്ളച്ചാട്ടം. ഇവിടേക്കൊക്കെ ഇപ്പം ലോഡ് തന്നിക്കണത് കുറച്ച് മലൻ്റെ മുകളിലേക്ക് താഴത്തുണ്ടില്ലേ, അത് കാണുന്നുണ്ട്. നല്ല അടിപൊളി വെള്ളം ഒലിച്ചിങ്ങനെ പോകും. അതിന് തൊട്ടടുത്ത് കൂടെ ഒരു റെയിലും ഉണ്ട്. വണ്ടി നിർത്താൻ പറ്റിക്കുന്നത് പോയി ഒന്ന് കുടിക്കുക. റോഡിനെക്കാട്ടും വീതിയുള്ള വണ്ടി കൊണ്ട് ചെറിയ മണം തിരുവും. 4 കണ്ണ് വേണം വണ്ടി ഓടിക്കുമ്പോൾ. ചെറിയ ട്രെയിൻ ഉണ്ടോ, മീറ്റർ ഗേജ് ചെറിയ റെയിലാണ് കാണാം, വീതി ചേർന്ന്. 1 കിലോമീറ്റർ ബാക്കിൽ ഒരു വണ്ടിക്കാരൻ കുടുങ്ങിക്കണം. പിന്നെ ഓവർടേക്ക് ചെയ്ത് പോകാനും വയ്യ. ഞാൻ എൻ്റെ സ്പീഡിൽ പോകണമില്ല. നമുക്ക് ഇങ്ങനെയല്ലേ പോകാൻ കഴിയുള്ളൂ. പിന്നെ 10-40 ടൺ ലോഡും വെച്ചിട്ട് കാറ് പോണമാതിരി പോകേ കോഴിക്കോട്ടെ ഇതിലുള്ള ഭാഗത്ത് ഇവിടെയും പണി നടക്കുന്നുണ്ട്. പണി നടക്കുമ്പോൾ പിന്നെ കൊടി പിടിച്ചാണ്ട് ആൾക്കാർ തടയാനൊന്നുമില്ല. ഇവിടെ 2 ലൈറ്റാണ്ട് വെക്കും സിഗ്നലിൻ്റെ. ഇവിടെ പച്ചലെത്തി, അപ്പോൾ അവിടെ ചുവപ്പ് എത്തും. അപ്പുറത്ത് അപ്പാറെ അതിൽ കൂടെ ഇങ്ങനെ പോവും. വീതിയില്ലാത്ത കൂടെ എങ്ങനെ പോകും അറിയില്ല. ചളവാണ്. നമ്മളവിടെ കാടി ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടി കടന്നവനാണ് ഈ കേക്ക് കഴിഞ്ഞില്ല. എനിക്കിവിടെ ചോക്ലേറ്റ് എത്തിയുണ്ടാവും. സിഗ്നലാണ്ട് വെച്ചിട്ടാ അടി കൂടെ തോട് ചൂണ്ടലിടന്നാൽ മതി. ഏതോ മലമുകളിൽ. ഇവിടെ എവിടെയാണ് കമ്പനി? ഇതാണ് കമ്പനി അല്ലേ? ഇതാണ് കമ്പനി. ഓക്കെ, ഇവിടെ നമുക്ക് ചോദിച്ചു നോക്കാം. അങ്ങനെ ഇത് തന്നെയാണ് നമ്മളെ കമ്പനി കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കണ്ട് പോകണം. അത് നോക്കിയപ്പോൾ നല്ലൊരു തോട് ഇതാ പുറത്ത് കാണുന്നുണ്ടാവില്ല. അതാ അടിപൊളി തോട്. ഇതിൽ കൂടെ ഇങ്ങനെ ഒലിച്ച് പോകുന്നുണ്ട്. താഴത്തത് അടിപൊളി വെള്ളം,
നല്ല കുളിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഒരു പാലം കണ്ട അപ്പുറത്ത് കണ്ട് പോയി കഴിഞ്ഞാലേ എല്ലാം ഇറങ്ങി വന്ന് കുളിക്കാൻ പറ്റും. പാമ്പൊന്നും ഇല്ല ഞാൻ മതി. എല്ലാം മുണ്ടും ടർക്കിയൊക്കെ എടുത്തേക്കണ്, സോപ്പൊക്കെ എടുത്ത് എല്ലാം ഇറങ്ങി നോക്കട്ടെ. പായിപ്പിക്കുമെന്ന് അറിയില്ല. അതവിടെ പുറത്തേക്ക് ഇറങ്ങി. നമ്മളെ വണ്ടി ഇതവിടെ സൈഡാക്കിയിട്ടിരിക്കും. എന്താല്ലേ മൊഞ്ച് വണ്ടിൻ്റെ. അയ്യോ എന്താ വെള്ളം അടിപൊളിയാണ്. എല്ലാം എങ്ങനെയാണ്ട് നടന്നു നോക്കട്ടെ. ഇവിടെ നിന്ന് ആൾക്കാരും കാണുന്നില്ല. വെള്ളം ഈ ഭാഗത്തേക്കൊന്നും നല്ല തെളിച്ചുണ്ട്. ആയുണ്ടോന്നറിയില്ല, ആയൊന്നും കാണില്ല. പക്ഷെ അടി വെതുക്കുണ്ടോ ഒരു മുട്ടുമില്ല. അല്ല പോയോക്കട്ടെ. വണ്ടി ലോക്ക് ചെയ്തിരുന്നു. അവിടെ വഴിയില്ലല്ലോ അങ്ങോട്ട് കിടക്കാൻ. കിടക്കുവാൻ വഴിയില്ല. അവിടെ എന്താണ് അങ്ങോട്ട് ചാടാൻ പറ്റൂല. ഭയങ്കര ഹൈറ്റും കാര്യങ്ങളൊക്കെയാണ്. വീട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറാനും പണിയാണ്. എന്ത് ചെയ്യും നോക്കട്ടെ. അപ്പുറത്ത് എന്തെങ്കിലും പാടുന്നത്. അതെന്താ ഒരു കഴുത അവിടെ. രണ്ടാൾ ഇന്നെ നോക്കുന്നുണ്ട്. കൈത കുട്ടി അവിടെ അടച്ചിരിക്കുന്നു. ഇവിടെ പോകാൻ പാടില്ല. അത് പ്രൊവീറ്റഡ് ആണ്. നിങ്ങൾ അങ്ങോട്ട് പോയാൽ പണി കിട്ടും ചിലപ്പോൾ. ഉണ്ടല്ലേ അത് നോട്ടീസൊക്കെ വെച്ചു. ഇവിടെ അടച്ചിക്കണ്. ആരൊക്കെ വന്ന് കുളിച്ചിട്ടേ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാഫി രക്ഷ നല്ല സ്ഥലം കുളിക്കാൻ പറ്റുക. എടുത്ത് ചാടാനും പറ്റില്ല. എടുത്ത് ചാടി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ വിഷയമായി മാറും. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് പോവന്നെ. നല്ല ചാൻസ്. കുറേ കാലമായി ഇങ്ങനെ ആഗ്രഹിക്കുന്നു. അധികത്തെ ആയൊന്നും ഇല്ലേനും. നല്ല തെളിച്ചിലുള്ള വെള്ളമാണ്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇവിടുന്ന്. എന്താ നമ്മളെ വണ്ടി തടക്കണം. മാൻവെസ്റ്റ, നത്തിങ് എൽസ് ബട്ട് പെർഫോമൻസ്. അങ്ങനത്തെ ഒരു വഴി കിട്ടിയാലും മതി. അവിടേക്ക് അതിപ്പോൾ വെതുക്കലിട്ട വീണ് കഴിഞ്ഞാൽ പണി കിട്ടും. എന്താ അല്ലേ കല്ല് നോക്കിയതിൻ്റെ അടിഭാഗത്തെ കല്ലുകൾ നല്ല വെള്ളാരം കല്ല്. രസം. നല്ല അടിഭാഗം കാണണ്ടില്ലേ വെള്ളത്തിൻ്റെ. എന്താ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. കുളിക്കാനൊക്കെ പറ്റും. അവിടെ ഒരു വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങിനി. പക്ഷെ എന്ത് ചെയ്യും? അതൊക്കെ നല്ല സുഖമായിട്ട് കുളിക്കുന്നു. മാഫി രക്ഷ. അങ്ങനെ നിരാശനായി മടങ്ങുന്ന സെറാറ് വണ്ടി പോയിരിക്കാം. ഇനി അടുത്ത പമ്പ് പോയിട്ട് കുളിക്കാം. ഇറ്റലിയിലായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. എല്ലായിടത്തും പോയാൽ കുളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലം. അപ്പോൾ ഓക്കെ, വണ്ടിയിൽ തന്നെ കയറിക്കോട്ടെ.